ഹായ് ഓൾ, ഹാപ്പി ഈവനിങ് ആൻഡ് മോസ്റ്റ് വെൽക്കം ടു ഗ്ലോബൽ ഹാപ്പി സ്കൂൾ. നിങ്ങളുടെ സ്വന്തം നിളാസാറാണ് കൂടെ ഉള്ളത്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിട്ടുള്ള അതേതായിട്ടുള്ള സെൽഫ് എന്നുള്ള ടോപ്പിക്കിലെ രണ്ടാമത്തെ പാർട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായിരുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു ഞാൻ എന്ന വ്യക്തിയിലൂടെ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്തു, നിങ്ങളെ കണ്ടു അല്ലേ? നിങ്ങൾ കമന്റ് ബോക്സിലൊക്കെ രേഖപ്പെടുത്തിയൊക്കെ ഞാൻ കണ്ടു. ഒരുപാട് പേര് പറഞ്ഞു ഞങ്ങളും സാർ ഇതേപോലെ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ എന്നിലൂടെ കണ്ടത് എന്തായിരുന്നു? ആക്ച്വലി നിങ്ങൾ തന്നെയായിരുന്നു, അല്ലെ? നിങ്ങൾ എല്ലാവരും കണ്ടത് എന്തായിരുന്നു? നിങ്ങളെ തന്നെയായിരുന്നു എന്നിൽ. കാരണം ഞാനും അതുപോലെ എന്തായിരുന്നു, വളർന്നു വന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ഞാൻ പഠിച്ചത് സ്കൂളിലും ഞാൻ അനുഭവിച്ചതും എല്ലാം സെയിം ആയിരുന്നു. അപ്പോ ഇന്ന് ഞാൻ വിളിക്കുന്നത് നിങ്ങൾ എല്ലാവരും ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. ഈ ലോകത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഈ സ്കൂളിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സ്കൂളിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനോ അങ്ങനെയല്ല ഞാൻ വിളിക്കുന്നത്. ഞാൻ വിളിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വിളിക്കാനാണ്. എല്ലാവരും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൃത്യമായിട്ട് ഞാനിപ്പോ പറയുന്നത് എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്യാം. നന്നായിട്ടൊരു ബ്രീത്ത് എടുക്കുക, നിങ്ങളുടെ കൈ എന്ത് ചെയ്യുക, നെഞ്ചത്ത് വെക്കുക, ആൻഡ് ജസ്റ്റ് സേ ഐ എം നോട്ട് അലോൺ. ഞാൻ ഒരിക്കലും ഒറ്റക്കല്ല, ആൻഡ് ഐ ആം ഇനഫ് ഫോർ മീ. ഞാൻ തൃപ്തനാണ്. ഞാൻ എന്താണോ അതിൽ ഞാൻ എന്ത് ചെയ്യാണ്, തൃപ്തനാണ്. അതിന്റെ ബെസ്റ്റ് എനിക്ക് എടുക്കാൻ കഴിയും. മറ്റൊരാളായി മാറാൻ എനിക്ക് എന്ത് ചെയ്യില്ല, കഴിഞ്ഞോളന്നില്ല. അതേപോലെ ഞാൻ എന്ത് ചെയ്യുന്നു, തെറ്റുകളിൽ നിന്ന് പഠിക്കുന്നു. ഐ എം ലേണിംഗ് ഫ്രം മൈ മിസ്റ്റേക്സ് ആൻഡ് ഐ എം ഗെറ്റിംഗ് ബെറ്റർ. നമ്മൾ ഒരുപാട് തോൽവികളിലൂടെ കടന്നുപോയവരാവാം. ഞാനും എട്ടാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഒരുവിധം പരീക്ഷകളിലെല്ലാം എന്തായിരുന്നു, ഞാനും ഫെയിൽ ആയിരുന്നു. പക്ഷെ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തി ഇത്ര കോൺഫിഡൻസോട് സംസാരിക്കുന്നില്ലേ? അതിനൊരു കാരണമില്ലാതിരിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഏതിനും എന്തുണ്ട്, ഒരു കാരണമുണ്ട്. അപ്പോ ഞാൻ പഠിച്ചത് എന്തുകൊണ്ടാ, എന്റെ തെറ്റുകളിലൂടെയാണ്. എന്തൊക്കെയാണ് എന്റെ മിസ്റ്റേക്സ് എന്ന് ഞാൻ മനസ്സിലാക്കി. ആ മിസ്റ്റേക്കുകളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ ഓരോ ദിവസവും വളർന്നു വരുന്നത്. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നമ്മളുടെ എന്താണോ നമ്മൾ ലാക്ക് ചെയ്യുന്നത്, എന്താണോ നമ്മൾ എന്ത് ചെയ്യുന്നത് കുറവുള്ളത്, അല്ലെങ്കിൽ നമ്മളുള്ള ഒരു കഴിവിനെ അതിനെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ലേണിംഗിൽ അല്ലെങ്കിൽ നമ്മുടെ മിസ്റ്റേക്സിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് ഓരോരോ കാര്യങ്ങളും ലേൺ ചെയ്തെടുക്കുന്നു. ഇതാണ് എനിക്ക് എന്ത് ചെയ്യാനുള്ളത്, നിങ്ങൾ ഓരോരുത്തരും പറയാനുള്ളത്. നന്നായിട്ടൊരു ഡീപ് ബ്രീത്ത് എടുത്തതിന് ശേഷം നിങ്ങളുടെ കൈകൾ എന്ത് ചെയ്യുക, നെഞ്ചത്തോട്ട് വെക്കുക, ആൻഡ് ഐ ജസ്റ്റ് സേ ഐ എം നോട്ട് അലോൺ. ഞാൻ ഒരിക്കലും ഒറ്റക്കല്ല. നിങ്ങൾക്കൊരു ആവശ്യമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്തുണ്ടായിരിക്കും, നിങ്ങളെ കൂടെ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം. ജസ്റ്റ് സേ ഐ എം നോട്ട് അലോൺ. ഞാൻ ഒരിക്കലും ഒറ്റക്കല്ല. ഐ എം ഇനഫ് ഫോർ മീ. എനിക്ക് എന്താണ്, തൃപ്തനാണ്. ഐ വിൽ ലേൺ ഫ്രം മൈ മിസ്റ്റേക്സ്. ഞാൻ എൻ്റെ മിസ്റ്റേക്സിൽ നിന്നും എന്ത് ചെയ്യും, പഠിക്കും. ഇപ്പോൾ ഞങ്ങൾ പറയാണ്, നമ്മുടെ ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം തുടങ്ങിയിട്ടുള്ളത് തന്നെ നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഒരുപാട് സ്മാർട്ട് ആയിട്ടുള്ള, നല്ല അക്കാഡമിക്സിൽ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരുപാട് കുട്ടികൾ ഉണ്ടാവും, അല്ലെങ്കിൽ അങ്ങനത്തെവർ മാത്രമാണ് നമ്മുടെ ആവശ്യം എന്ന് ഒരിക്കലും എവിടെയും പറഞ്ഞിട്ടില്ല. നമുക്ക് ആവശ്യം എന്താ, ദ പേഴ്സൺ ഹൂ ലവ് ദംസെൽവ്സ്. നമ്മളെ മാത്രം, അല്ലെങ്കിൽ നമ്മളെ തന്നെ സ്നേഹിക്കുന്ന, അവരെ തമ്മിൽ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാരെ, അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ നന്നായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ട്. എന്നെ പോലെയുള്ളവരാണ് എന്ത് ചെയ്യേണ്ടത്, ഈ സീറോ സ്കൂളിന് ആവശ്യം, ഈ നിളക്ക് ആവശ്യം. അതേപോലെ ബുള്ളിങ്ങിനെതിരെ സ്റ്റാൻഡ് ചെയ്യുന്നവരെ. നിങ്ങൾക്ക് എപ്പോഴും അറിയാം, ഏതൊരു കുട്ടി ബുള്ളി ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും അതിന് വലിയൊരു ഫാക്ടറായിട്ട് നിൽക്കുന്നത് ആ കുട്ടിയുടെ അടുത്ത് നിൽക്കുന്ന മറ്റൊരു വ്യക്തിയാണ്. നമ്മൾ പറയും ബൈസ്റ്റാൻഡർ എന്നൊക്കെ പറയും ഇല്ലേ? നമ്മൾ എന്ത് ചെയ്യും, ഒരാൾ കളിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ തൊട്ടപ്പുറത്തൊരു വ്യക്തി ഉണ്ടായിരിക്കും. അയാളാണ് ഏറ്റവും കൂടുതൽ ആ ഒരു മൊമെന്റിനെ മാറ്റിമറിക്കുന്നത് എന്ന് നമ്മൾ പറയും. എങ്ങനെയാ? കൃത്യമായിട്ട് അദ്ദേഹം പറയാണ്, അല്ലെങ്കിൽ അപ്പുറത്തുള്ള ആൾ പറയാണ്, നോ, വാട്ട് യു ആർ ഡൂയിങ് ഈസ് റോങ്. നിങ്ങൾ ചെയ്യുന്നത് എന്താണോ അത് തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ ഒരു ഇവന്റ് അവിടെ നിന്നു പോവാണ്. പകരം അവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇവന് ചിരിച്ചു കഴിഞ്ഞാൽ ഈ ബുള്ളി ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് അതിലും വലിയ എന്തുണ്ടാവില്ല, ഒരു ബുദ്ധിമുട്ട്, അതിലും വലിയൊരു ബുദ്ധിമുട്ട് എന്ത് ചെയ്യണ്ടല്ലേ, എക്സ്പീരിയൻസ് ചെയ്യാനുണ്ടാവില്ല. സോ ദാറ്റ്സ് വാട്ട് ഐ എം സേയിങ്. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹു സ്റ്റാൻഡ് അപ്പ് അഗൈൻസ്റ്റ് ബുള്ളിങ്. ബുള്ളിങ്ങിനെതിരെ നീണ്ടു നിൽക്കുന്നവരാണ് എന്ത് ചെയ്യേണ്ടത്, ഞങ്ങൾക്ക് ആവശ്യം. അതേപോലെ കൃത്യമായി ഞങ്ങളുടെ ഫീലിങ്സിനെ പറ്റി തുറന്ന് പറയുന്നവർ, ദേ ടോക്ക് അബൌട്ട് ദിയർ ഫീലിങ്സ്. എന്താണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്, എന്താണ് ഞങ്ങൾക്ക് ആവശ്യം, എന്താണ് ഞങ്ങൾക്ക് വേണ്ടത്, അതേപോലെ ഞങ്ങൾക്ക് ഇതെല്ലാം ചെയ്യേണ്ടത്, ഇതെല്ലാം തുറന്നു പറയുന്ന ഒരു യുവത്വത്തെയാണ് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് പറയേണ്ടത്. അതേപോലെ സ്വന്തം വോയിസ് എവിടെ വേണമെങ്കിലും ആരോട് വേണമെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യണം, പറയാൻ കഴിയണം. ഓക്കെ സർ, ഇത് നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞൊരു ബുള്ളിയുടെ സ്ഥാനത്ത് നമ്മൾ പറഞ്ഞല്ലോ, ആ ബുള്ളിയുടെ സ്ഥാനത്ത് നിന്ന് നോക്കുന്ന സമയത്ത് തന്നെ എന്താണോ സർ ഇത് ചെയ്യുന്നത് തെറ്റാണ്, ഇല്ല എനിക്കത് വേണ്ട, ഞാൻ അതിൽ കംഫർട്ടബിൾ അല്ല എന്ന് നിങ്ങളുടെ വോയിസ് കൃത്യമായിട്ട് പറയുന്നവരാരാണോ അത്തരം കുട്ടികളെ, ബുള്ളിങ്ങിനെതിരെ സ്റ്റാൻഡ് ചെയ്യുന്നവരെ, സ്വന്തം ഇമോഷൻസിനെ തുറന്നു പറയാവുന്നവരെ, അതേപോലെ തന്നെ സ്വയം എന്ത് ചെയ്യുന്നുണ്ട്, സെൽഫിനെ സ്നേഹിക്കുന്നവരെ, ഇവരെ ആണ് എന്ത് ചെയ്യുന്നത് സീറോ സ്കൂളിന് അല്ലെങ്കിൽ നമ്മുടെ നിളക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത്. നമ്മൾ പറയാറുണ്ട്
ഇപ്പൊ നമ്മൾ പറഞ്ഞു വെക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സീറോ സ്കൂൾ എന്ന് പറഞ്ഞ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ഒരേ ഒരു കാര്യം മാത്രമാണ്. അത് നിങ്ങളോട് പറയാനുള്ളതും ഞങ്ങൾക്ക് ഒരേ ഒരു കാര്യമാണ്: യു ആർ നോട്ട് ജസ്റ്റ് എ സ്റ്റുഡന്റ്. നിങ്ങളൊരു സ്റ്റുഡന്റ് എന്നുള്ളതല്ല നമ്മുടെ ഒരു കാഴ്ചപ്പാട്. പകരം എന്താണ്? യു ആർ ദ പീപ്പിൾ ഹു ആർ സ്റ്റാൻഡിങ് ഫോർ ദ സീറോ സ്കൂൾ. സീറോ സ്കൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കൺസെപ്റ്റിനെ, അല്ലെങ്കിൽ ഈ ഒരു കാഴ്ചപ്പാടിനെ താങ്ങി നിർത്തുന്നവരാണ് ആര്? നിങ്ങൾ എന്ന് പറയുന്നവര്. അല്ലാതെ ഞങ്ങൾ എന്ന സ്കൂളിന്റെ, സീറോ സ്കൂൾ എന്ന സ്കൂളിലെ വിദ്യാർത്ഥികൾ എന്നല്ല എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പകരം ഞങ്ങൾ എന്താണ്? ഞങ്ങളാണ് ഈ സീറോ സ്കൂൾ, അല്ലെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിനെ താങ്ങി നിർത്തുന്നത് ആരാണ്? ഞങ്ങൾ എന്നാണ് എന്ത് ചെയ്യേണ്ടത്? നിങ്ങൾ വിശ്വസിക്കേണ്ടതും നിങ്ങൾ വിചാരിക്കേണ്ടതും. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ സെൽഫിനെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ പറ്റി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? ദ വേൾഡ് വിൽ ട്രൈ ടു ടെൽ യു വാട്ട് ടു ബി. എന്താണ് നിങ്ങൾ ആയിത്തീരേണ്ടതെന്ന് എന്ത് ചെയ്യണം? ഈ ലോകം പറയും, നിങ്ങളോട് പറയും അതെടുക്കണം, ഇതെടുക്കണം, ഈ കോഴ്സ് എടുക്കണം, ആ കോഴ്സ് എടുക്കണം, നീ അത് മാറണം. പക്ഷെ യഥാർത്ഥത്തിൽ എന്താവണം എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നത് ആർക്ക് മാത്രമേ ഉള്ളൂ? നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ കഴിവ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നതും നിങ്ങളുടെ കഴിവുകളെ പരിപോഷിപ്പിക്കാൻ എങ്ങനെ കഴിയുന്നു എന്നുള്ളതും നിങ്ങൾക്ക് മാത്രമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ ഹാർട്ടിനെ, നിങ്ങളുടെ സ്വയം ചിന്തകളുടെ, നിങ്ങളുടെ ഇമോഷൻസിനെ, അതിനെ ഹീൽ ചെയ്യാൻ കഴിയുന്നത് ആർക്കാണ്? നിങ്ങൾക്കാണ്. ചെയ്യാൻ കഴിയുമായിരിക്കും. ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ഞങ്ങൾ പറയുന്ന വഴിയിലൂടെ പോയാൽ നിങ്ങൾക്ക് ചെയ്യുമായിരിക്കും. ബട്ട് അൾട്ടിമേറ്റ്ലി അവസാന വാക്ക് എന്ന് പറയുന്നത് ആര് മാത്രമാണ്? നിങ്ങൾ മാത്രമാണ്. ഞാൻ ചേഞ്ച് ചെയ്യണം എന്ന് വിശ്വസിക്കുന്നത് നിങ്ങൾ മാത്രമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെയാണ് എന്ത്? ഏറ്റവും വലിയ അടിപൊളി. ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏറ്റവും വലിയ അടിപൊളി എന്താണ്? നിങ്ങളാണ്. അതേപോലെ തന്നെ നമ്മൾ ഒരുപാട് പറയാറുണ്ട്, എന്ത് നമ്മുടെ സൂപ്പർ പവർ എന്നാൽ എന്താണ്, നമ്മുടെ പവർ അതാണ്, എന്റെ സ്ട്രെങ്ത് ഇതാണെന്നുള്ളതൊക്കെ. പക്ഷെ നിങ്ങളായിരിക്കുക എന്നുള്ളതാണ് എന്ത്? ഏറ്റവും വലിയ സ്ട്രെങ്ത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിങ്ങളായിരിക്കുക. വേറൊരാൾക്ക് വേണ്ടി മാറാതെ, വേറൊരാൾക്ക് വേണ്ടി ചേഞ്ച് ചെയ്യാതെ, അയാളുടെ ഇഷ്ടങ്ങൾ മാത്രം അനുസരിച്ച്, അയാളുടെ ജീവിതത്തിൽ മാത്രം അനുസരിച്ച്, അയാൾ പറയുന്നത് പോലെ മാത്രം ചെയ്യാതെ നിങ്ങളായിട്ട് ഇരിക്കാൻ എത്രത്തോളം ശ്രമിക്കുന്നു, അത്രത്തോളം എന്തായിരിക്കും നിങ്ങൾ വിജയത്തിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും. ഓക്കെ, ഇതാണ് എന്ത് ചെയ്യാനുള്ളത്. ഞങ്ങൾക്ക് ഇന്നു മുതൽ ഈ തുടങ്ങുന്ന ഈ ചൈത്രയാത്രയിൽ നിങ്ങളോട് പറയാനുള്ളത്: ബിലീവ് ഇൻ യുവർ സെൽഫ്. നിങ്ങളാണ് ദ മോസ്റ്റ് തിങ്. അപ്പോൾ നിങ്ങളിൽ വിശ്വസിക്കുക, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക, നിങ്ങളെ ഇഷ്ടപ്പെടുക. അതിന്റെ ബാക്കിയായിട്ട് എന്ത് ചെയ്യും? നമ്മൾ ഈ യാത്ര ഇവിടുന്ന് തുടങ്ങുകയാണ്. ഒരുപാട് മുന്നോട്ട് നമ്മൾ കണ്ടിട്ടാണ് ഈ യാത്ര തുടങ്ങുന്നത്. ഈ യാത്രയിൽ ഒരുപാട് ഗെയിംസ് ഉണ്ടായിരിക്കും, ഒരുപാട് പ്ലേസ് ഉണ്ടായിരിക്കും, നമ്മൾ ഒരുപാട് ഹോംവർക്ക് തരും. ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് മാറണം, അല്ലെങ്കിൽ എനിക്ക് എന്നെ തന്നെ സ്നേഹിക്കണം, എൻ്റെ ഉണ്ടാവുന്ന ഈ സ്കില്ലുകൾ എനിക്ക് വളർത്തിക്കൊണ്ടുവരണം എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ യാത്രയിൽ കൂട്ടുകൂടാം. ഞങ്ങൾ ഒരുപാട് മുന്നോട്ടുണ്ടാവും. നിങ്ങൾക്ക് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഞങ്ങൾ എന്തുണ്ടാവും? നിങ്ങൾക്ക് വേണ്ടി കൂടെ ഉണ്ടായിരിക്കും. അതിനു വേണ്ടിയിട്ട് ഒരേ ഒരു കാര്യം, അല്ലെങ്കിൽ ഒരേ ഒരു കാര്യം മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടുള്ളൂ: കൃത്യമായിട്ട് റിയൽ ആയിരിക്കുക. നിങ്ങൾ എന്താണോ അതായിരിക്കുക. കൃത്യമായി സ്നേഹം ഉണ്ടായിരിക്കുക. ഓക്കെ, ഇത്ര മാത്രം ചെയ്താൽ മതി. നിങ്ങൾ എന്ത് ചെയ്യും? നമ്മുടെ മുന്നോട്ടുള്ള ചൈത്രത്തിൽ നമ്മൾ ഒരുമിച്ച് പോകും. ഇനി ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? കൃത്യമായിട്ട് നിങ്ങൾ അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലാറ്റ്ഫോം തന്നെ നിയന്ത്രിക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാനിന്ന് ചെറിയൊരു ടാസ്ക് നിങ്ങൾക്ക് തരികയാണ്. നിങ്ങൾ കൊണ്ട് പറ്റുകയാണെങ്കിൽ എന്ത് ചെയ്യുക? ഒരു വൈറ്റ് പേപ്പർ എടുക്കുക. ഒരു A4 പേപ്പർ എടുത്തതിന് ശേഷം ഞാനിന്ന് തരുന്ന ഈ ഒരു വർക്ക് എന്ത് ചെയ്യുക? നിങ്ങൾ ചെയ്തു നോക്കുക. കൃത്യമായിട്ട് ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. എന്താണത്? നിങ്ങളുടെ പേര് എഴുതുക. നിങ്ങളുടെ പേര് എഴുതി കഴിഞ്ഞ ശേഷം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന 3 കാര്യങ്ങൾ എന്താണോ, ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ 3 കാര്യങ്ങൾ അതെന്ത് ചെയ്യുക? നിങ്ങൾ എഴുതി വെക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം, നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആ ഒരു കാര്യം എന്ത് ചെയ്യുന്നു? നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. അതേപോലെ തന്നെ നിങ്ങളെ കൊണ്ട് ഈ ലോകത്തിന് എന്തറിയണമോ, നിങ്ങൾ എന്ത് വിചാരിക്കുന്നു, ഞാൻ ഇങ്ങനെ ആവണമെന്ന്, എന്താവണം എന്നുള്ളത്, ഈ ലോകം എങ്ങനെ കാണണം എന്നുള്ളത് നിങ്ങൾക്കൊരു കാഴ്ചപ്പാടുണ്ടായിരിക്കുമല്ലോ. അതെന്താണെന്നുള്ളതും എന്ത് ചെയ്യുക? ഒന്ന് കൃത്യമായിട്ട് എഴുതി വെക്കുക. ആ എഴുതി വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക? ഞങ്ങൾ ഉണ്ടാക്കുന്ന ഈ ഒരു ടെലഗ്രാം പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾ ഏവർക്കും എന്ത് ചെയ്യാം? എപ്പോൾ വേണമെങ്കിലും കടന്നു വരാം. ഈ കടന്നു വന്നിട്ട് നിങ്ങൾ എന്താണോ ചെയ്തിട്ടുള്ളത്, നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇത് പറ്റുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങളുടെ എന്താണോ എഴുതിയിട്ടുള്ളത്, നിങ്ങളുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്താണോ, നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ പാർട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത്, അതേപോലെ തന്നെ ഈ ലോകം നിങ്ങൾ എങ്ങനെയായി കാണണം എന്നാണ് ആഗ്രഹിക്കുന്നത്, ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഒരു വെള്ള പേപ്പറിൽ എഴുതിയിട്ട് കൃത്യമായിട്ട് ഡിസൈൻ ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസൈൻ ചെയ്യാം. യു ക്യാൻ മേക്ക് ഇറ്റ് ബ്യൂട്ടിഫുൾ ഓൺ വാട്ട് ആസ്പെക്ട്. എന്ത് ആസ്പെക്റ്റിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് ബ്യൂട്ടിഫുൾ ആക്കി ചെയ്യാം. നമ്മുടെ ഈ ഗ്രൂപ്പിൽ എന്ത് ചെയ്യുക? ഇടുക. അപ്പോൾ ഇതിനെ തുടർന്നുള്ള ബാക്കി അനാലിസിസും കാര്യങ്ങളും എന്ത് ചെയ്യും? ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതുവരേക്കും ഒരു ഷോർട്ട് ബ്രേക്ക് എടുക്കുകയാണ്. കൃത്യമായിട്ടും ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ എന്ന പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? മുന്നോട്ട് പോകും. വി വിൽ ബി വിത്ത് യു. നിള വിൽ ബി വിത്ത് യു ആൻഡ് സൈനിങ് ഓഫ് ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട്. വി ലവ് യു, all of you people.
Okay, thank you. Bye bye. See you in the next time.